നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഇത്തവണത്തെ വീഡിയോ ഒരു NRIസിനെ, അതായത് പ്രവാസികളെ എയിം ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഈ അടുത്ത് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ്, പുറത്തുള്ള ഒരു പേഷ്യൻ്റ് എന്നോട് വന്നിങ്ങനെ പറഞ്ഞു, ഡോക്ടർ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഈ പ്രവാസികൾക്കായിട്ടുള്ളൊരു വീഡിയോ കൂടെ ചെയ്യണം. അതായത് പ്രവാസികൾ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിൽ കാണണം, എന്തൊക്കെ ഡീറ്റെയിൽ ഞങ്ങൾ തരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് ഉള്ള ആ ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും NRIs, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്, അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു കാലത്തേക്കാണ് ഈ വരുന്നത്, വളരെ ചുരുങ്ങിയ സമയത്തേക്ക്. ചിലർ ഒരാഴ്ച, ചിലർ 2 ആഴ്ച, മാക്സിമം പോയ ഒരു 3 ആഴ്ച, അതിലപ്പുറത്തേക്ക് ഇവർ ഇവിടെ നിൽക്കില്ല. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ 100,000 കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടാവും. ബന്ധുക്കളെ വിസിറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യണം, അവരുടെ അടുത്തുള്ള ബന്ധുക്കളുടെ കല്യാണങ്ങളുണ്ടാവും, അവരുടെ മക്കളുടെ കല്യാണങ്ങൾ, വേറെ ബാപ്റ്റിസം, അങ്ങനെയുള്ള പല പല പരിപാടികളുണ്ടാവും. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഇവർ ഈ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര ഒരു പ്രശ്നം പിടിച്ച, ദുർഘടം പിടിച്ചൊരു കാര്യമാണ്. പിന്നെ ഡെൻ്റൽ സർജറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നീര് വയ്ക്കുക, വായ തുറക്കാൻ വയ്യാതെ വരിക, മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ, ഇങ്ങനെയുള്ള അനവധി പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനുള്ളൊരു തയ്യാറെടുപ്പ് എടുക്കുക. അതായത് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം തന്നെ കറക്റ്റായിട്ടുള്ള ഡെൻ്റൽ ക്ലിനിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഡെൻ്റൽ ക്ലിനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർ ഉള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവരായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സെൻറ്ററിനോട് ഒരു അഭികാമ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ സെൻറ്ററിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വൺസ് ആ ഒരു സെൻറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സെൻറ്ററിലുള്ള മെയിനായിട്ടുള്ള ഡോക്ടർമാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. എങ്ങനെ? നിങ്ങൾ അവരായിട്ട് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ബന്ധപ്പെട്ടിട്ട്, ഇമെയിൽ വഴിയോ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വിശദമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു വിശദ വിവരണങ്ങൾ നിങ്ങൾ ആ ഡോക്ടർക്ക് കൊടുക്കുക. അപ്പോൾ ആ ഡോക്ടർക്ക് അത് കൊടുക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ എക്സ്റേ, ഡിജിറ്റൽ OPG എക്സ്റേ കൂടെ അയച്ചു കൊടുക്കുക. ഇത്രയും അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തരും. ആ പ്ലാൻ നോക്കി അത്, അപ്പോൾ ആ പ്ലാനിൽ എത്ര വിസിറ്റ്സ് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് ചെല്ലണം, എത്ര ദിവസം ഇത് എടുക്കും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു വ്യക്തതയുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങളുടെ ഹോളിഡേയുടെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റും പ്ലാൻ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇങ്ങനെ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ സെൻറ്ററിൽ ധാരാളം NRIs വരുന്നതാണ്. എല്ലാവരുമായിട്ട് നമ്മളിങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കാറുള്ളൂ. അല്ലാതെ പെട്ടെന്ന് വന്ന് കയറിയിട്ട് ഡോക്ടർ എനിക്ക് കുറേ ഡെൻ്റൽ പ്രശ്നങ്ങളുണ്ട്, ഞാൻ 3 ദിവസത്തേക്കേ ഉള്ളൂ, എനിക്ക് ഇന്നൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാറില്ല ഒരിക്കലും. എന്താ കാരണം? നമ്മൾ അവർക്കൊരു ഗുണം ചെയ്യുന്നതിന് പകരം പലപ്പോഴും നമ്മൾ ഉപദ്രവിക്കുക ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് ഇത് നേരത്തെ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്ത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടെ ഇതിന് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു 45-50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രോഗമില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ചില ബേസിക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്. ആ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് ആ ബ്ലഡ് ടെസ്റ്റിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കൺഫേം ചെയ്ത് അതിന് ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയുള്ളൂ. ഇനി ചില സമയത്ത് ബ്ലഡ് ഷുഗർ കൂടുതലാണ്, അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വേരിയേഷനുണ്ട്, റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ വേരിയേഷനുണ്ട്, അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലുള്ള ഫിസിഷ്യൻസിനെ കണക്ട് ചെയ്യും. അവർ കണ്ട് അവരുടെ ക്ലിയറൻസ് എടുത്തതിന് ശേഷം മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. എന്താ കാരണം? ഇതിനു വേണ്ടി നമ്മൾ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് പൈസ ചിലവാക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ബെനിഫിറ്റും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ആദ്യം നമ്മൾ ഡിജിറ്റൽ OPG എക്സ്റേ എടുക്കും. ഇതിനെല്ലാം എല്ലാ സൗകര്യവും ഞങ്ങളുടെ സെൻറ്ററിലുണ്ട്. പിന്നെ നമ്മൾ 3D CBCT സ്കാൻ എടുക്കേണ്ടവർക്ക് അത് എടുക്കും. അതായത് 3 ഡയമെൻഷനലി നമുക്ക് എല്ലാ പല്ലുകളുടെയും ചുറ്റും ലിറ്ററലി നമുക്ക് നടന്ന് കാണാം. എല്ലിൻ്റെ അവസ്ഥ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫൈനലൈസ് ചെയ്യുക. കാര്യം നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഒരു ഡിസ്കഷനിൽ ഒരു പ്രൊവിഷണൽ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിതിൻ്റെ ഒരു ഫൈനൽ പ്ലാൻ പേഷ്യൻ്റ് ഇവിടെ വന്ന് ഡിജിറ്റൽ OPG എക്സ്റേ 3D CBCT എല്ലാം എടുത്തതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലീനിങ്ങും കൂടെ ചെയ്യും, ഡെൻ്റൽ ക്ലീനിങ്. ഡെൻ്റൽ ക്ലീനിങ് എന്ന് പറയുന്നത് വെറുതെ ഒരു ക്ലീനിങ് അല്ല. നമ്മൾ ആ ഡെപ്പോസിറ്റ്സ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, അതൊരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ആ ക്ലീനിങ് ചെയ്യുന്ന ഡോക്ടർക്ക് കിട്ടും. അപ്പോൾ ആ ഡോക്ടർ തരുന്ന ഇൻപുട്സ് അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അപ്പോൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ പെരിഡോണ്ടൽ സർജറീസ് ഉണ്ടാവും, കോമ്പോസിറ്റ് ഫില്ലിങ്സ് ഉണ്ടാവും, ക്രൗൺസ് ഉണ്ടാവും, ഡെൻറ്റൽ ഇംപ്ലാന്റ്സ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ പല പല കോമ്പിനേഷൻസ് ആയിരിക്കും. അപൂർവം ചിലർക്ക് വേറെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ലേസർ പ്രൊസീജിയർ, ഓർത്തഡോണ്ടിക് പ്രൊസീജിയർ, ഇങ്ങനെ പലതും വേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് ഫേസ്ഡ് മാനറിലായിരിക്കും ചെയ്യുക. ഒറ്റയടിക്ക് എല്ലാം ഒന്നും തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും 6 മാസം കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ളത് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ആ ഇൻറ്ററിം ഫേസിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻ ചെയ്ത് ഞങ്ങൾ പേഷ്യൻസിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ കോസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങുള്ളൂ. ഇനി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഫേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു ഫൈനൽ എക്സ്റേ എടുക്കും. 3D CBCT എടുക്കും. ഇതെല്ലാം നമ്മൾ പേഷ്യൻറ്റിന് ഷെയർ ചെയ്യും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ തിരിച്ച് അവരവരുടെ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഡോക്ടറെ ഇത് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് റിപ്പോർട്ട് കാണിച്ച് ഫെർദറായിട്ട് എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ ചെയ്യാവുന്നതാണ്. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്, അടുത്ത വരവിന് ഇന്ത്യയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു റിവ്യൂവിന് വരിക. നമുക്ക് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും മെയിൻ്റനൻസിന് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. ആ സമയത്ത് ഒരു ക്ലീനിങ് കൂടി ചെയ്യും. ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇങ്ങനെ വന്നു പോകുന്ന ധാരാളം NRIs നമ്മുടെ സെൻറ്ററിൽ വരുന്നുണ്ട്. ഇവർക്കൊക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള മെയിൻ്റനൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ റെക്കോർഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇവരവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമ്മൾ അവരോട് പറയാറുള്ളത്, അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ എന്തെങ്കിലും റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തന്നാൽ, അപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തോ അതിൻ്റെ വിവരങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മളത് അവരവരുടെ റെക്കോർഡ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ നിങ്ങൾക്ക് NRIs ആയിട്ടുള്ളവർക്ക് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ വന്ന് ചെയ്യേണ്ട അവസ്ഥയിൽ മനസ്സിൽ കരുതേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. നന്ദി, നമസ്കാരം.